Today we are going to discuss the magnetic properties in different type of materials. Okay. Actually, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു മെറ്റീരിയൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ മെറ്റീരിയലിനകത്ത് റാൻഡംലി ഓറിയന്റ് ചെയ്തിട്ടുള്ള ധാരാളം ഡൈപോളുകളുണ്ട്. ഒരെണ്ണം അങ്ങോട്ടാണെങ്കിൽ വേറൊരെണ്ണം ഇങ്ങോട്ട് അലൈൻ ചെയ്യും, ഒരെണ്ണം നേരെയാണെങ്കിൽ ഒരെണ്ണം ഇപ്പുറത്തോട്ട് അലൈൻ ചെയ്യും, ഒരെണ്ണം മുകളിലോട്ടിരിക്കുകയാണെങ്കിൽ ഒരെണ്ണം താഴ്ത്തോട്ടിരിക്കും. പക്ഷെ ഇതിൻ്റെ എല്ലാം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കണം, നല്ല ക്യാൻസൽ. ഇങ്ങോട്ടാണ് ഇത് ഇങ്ങോട്ടായിരിക്കും, ഇത് വലത്തേക്കാണ് ഇത് ഇടത്തേക്കായിരിക്കും, ഇത് താഴേക്കാണെങ്കിൽ ഇത് മുകളിലേക്കായിരിക്കും. ഇങ്ങനെയിരിക്കുന്ന ഈ വസ്തുവിലേക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക. ലെറ്റ് കൺസിഡർ ദിസ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈയിങ് ടു ദിസ് മെറ്റീരിയൽ externally. So this is a north pole, this is a south pole, because the magnetic field lines are started from the north pole and ends in the south pole. In the സംഭവിക്കുന്ന material, all the dipoles are trying to align to the direction of the applied field. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഫീൽഡിനനുസരിച്ച് എല്ലാ ഡൈപോളുകളും അലൈൻ ചെയ്യും. ദാറ്റ് മീൻസ് അതേ വസ്തു അതിലെ എല്ലാ ഡൈപോളിൻ്റെ എണ്ണം അത്രയും നമ്മൾ പറഞ്ഞത് ഇവിടെ വരച്ചിരിക്കുന്നത് 1 2 3 4 5 6 6 ഡൈപോളുകൾ. ഈ 6 ഡൈപോളുകളും ഒരേ രീതിയിൽ അതിന് കൃത്യം ഓപ്പോസിറ്റ് ആയിട്ട് ഒരേ രീതിയിൽ അലൈൻ ചെയ്യും. ഇതിനെയാണ് നമ്മൾ പറയണത് നെറ്റ് മാഗ്നറ്റൈസേഷൻ. അതിനകത്തൊരു മാഗ്നറ്റൈസേഷൻ ഉണ്ടായി, അല്ലെ ആ മെറ്റീരിയൽ മാഗ്നറ്റൈസ്ഡ് ആയി. അപ്പം നോർത്ത് ഇങ്ങോട്ടാണ്, നോർത്ത് ഇവിടെയാണ്, അപ്പം നോർത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് സൗത്ത് വരും. അപ്പം ഇതെങ്ങനെയായിരുന്നു? നോർത്ത് ടു സൗത്ത്. അപ്പം ഡൈപോൾ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് അലൈൻ ചെയ്യും. എല്ലാ ഡൈപോളുകളും ഈ ഡയറക്ഷനിലായിരിക്കും, നോർത്ത് ടു സൗത്ത്. സൗത്ത് എല്ലാം നോർത്തിൻ്റെ അരികിലേക്ക് അല്ലെ ആ സൈഡിലേക്ക് വരും. സോ ദിസ് ഈസ് ആക്ച്വലി വേണേൽ നമുക്ക് മാഗ്നറ്റിക് പോളറൈസേഷൻ എന്നൊക്കെ വിളിക്കാം. മാഗ്നറ്റിക് പോളറൈസേഷൻ or magnetization. Magnetization is represented by capital M. The applied field is represented by capital H. ഇനി പറയാണ്, ഒരു മെറ്റീരിയലിലേക്ക് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന അനുസരിച്ച് ആ മെറ്റീരിയൽ ചിലത് പെട്ടെന്ന് മാഗ്നറ്റൈസ്ഡ് ആവും, ചിലത് പതുക്കെ ആവുള്ളൂ, ചിലത് ഒട്ടും ആയിരിക്കില്ല. അങ്ങനെ അനുസരിച്ച് മെറ്റീരിയലിനെ നമ്മൾ മൂന്നായി തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ, സെക്കൻഡ് വൺ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, തേർഡ് വൺ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. So, based on the magnetic behavior, materials are classified into three categories: ferromagnetic material, paramagnetic material and diamagnetic material. അതിൽ ഓരോന്നിനെയും കുറിച്ച് നമുക്ക് സെപ്പറേറ്റ്ലി എടുത്ത് ഡിസ്കസ് ചെയ്യണം. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. സോ ഫസ്റ്റ് വൺ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ, if we placed a magnetic material in a magnetic field, it is strongly magnetized in the direction of field. അതായത് ഒരു ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫീൽഡിനനുസരിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റൈസേഷൻ നടക്കും. ദാറ്റ് മീൻസ് ആ സെൻറ്റൻസ് ഡെഫിനിഷൻ ആയിട്ട് എഴുതിയെടുത്തു. വെൻ it placed in a magnetic field, when
placed in a magnetic field, materials are strongly magnetized in the direction of field. അതായത് നമ്മൾ മുമ്പേ വരച്ച വടം പോലെ എല്ലാ ഡൈപോളുകളും അലൈൻ ചെയ്യും. സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. ഇനി ശരിക്കും പറഞ്ഞാൽ ഫെറോ, അതായത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ അല്ലെ കാന്തിക മണ്ഡലം കൊടുത്താൽ കാന്തമാക്കാൻ പറ്റുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അയൺ, കൊബാൾട്ട്, നിക്കൽ, സ്റ്റീൽ. ചിലപ്പോൾ ഇങ്ങനെ കുറെ മെറ്റീരിയലിൽ തരും, എന്നിട്ട് അവരെ ഫെറോ, പാര, ഡയ അങ്ങനെ തരം തിരിക്കാനൊക്കെ ചോദിക്കും. സോ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഫസ്റ്റ് ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ, അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് ആണ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് it is strongly magnetized. Examples: iron, cobalt, nickel, steel. Then its properties. Properties of ferromagnetic material. The first property is that the susceptibility is positive and very high. Susceptibility value is positive and very high. എന്തായിരുന്നു സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഈക്വൽ ടു മ്യൂ എച്ച് എം ഈക്വൽ ടു കൈ ഇൻറ്റു എച്ച് ആയിരുന്നു. അത് എച്ച് കൊടുത്തു കഴിഞ്ഞാൽ എം കൂടും. എച്ച് കൊടുത്തു കഴിഞ്ഞാൽ എം കൂടും. ദാറ്റ് മീൻസ് മാഗ്നറ്റൈസേഷൻ കൂടും. മാഗ്നറ്റൈസേഷൻ കൂടുന്നു പറഞ്ഞാൽ സൈഡ് വാല്യൂ അല്ലെ കൈയുടെ വാല്യൂ, സസെപ്റ്റബിലിറ്റിയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഓൾസോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് വാല്യൂ ഈസ് വെരി ഹൈ. ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ 1, ഒന്നിനേക്കാൾ കൂടിയ ഒരു വാല്യൂ ആയിരിക്കും. സിമിലർലി പെർമിയബിലിറ്റി, മ്യൂ, പെർമിയബിലിറ്റിയും ഇൻ ദ കേസ് ഓഫ് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ, പെർമിയബിലിറ്റി ഈസ് ഓൾസോ വെരി ഹൈ. That means that is relating to the equation B is equal to mu H. That means when H increases, the magnetic field induced in that material അതും കൂടും. ഇതിപ്പോൾ ഇങ്ങനെ അലൈൻ ചെയ്ത് കഴിയുമ്പം അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത് കൂടും. ദാറ്റ് മീൻസ് അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആ മെറ്റീരിയലിന്റെ പെർമിയബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിനെയാണ്. സോ ഇൻ ദ കേസ് ഓഫ് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ, the susceptibility is very high and the permeability is very high. Now the third point, when this material placed in a uniform magnetic field, അതായത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ആണെന്നിരിക്കട്ടെ, ജസ്റ്റ് ഐ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം magnetic field, the concentration of magnetic field lines passing through this material is very high. That means when this material placed in a magnetic field, the lines of force, magnetic force, the lines of force have high concentration within the material. Have high concentration within the material. എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? ഇതിപ്പോൾ ഇതാണ് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നതെങ്കിൽ കൂടുതൽ ഫീൽഡ് ലൈൻസും മെറ്റീരിയലിനുള്ളിലൂടെ കയറിപ്പോകും. പിന്നെ പുറത്തുള്ളവരുടെ എണ്ണം വളരെ കുറവായിരിക്കും അകത്തുള്ളതിനെ അപേക്ഷിച്ച്. ഇവിടെ പുറത്ത് ഇപ്പോൾ 2 എണ്ണേ ഉള്ളെങ്കിൽ അകത്ത് ആ മെറ്റീരിയലിനകത്തായി കൃത്യ ഏരിയ എടുക്കുകയാണെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ 5 എണ്ണം കടന്നു പോകും. ദാറ്റ് മീൻസ് സസെപ്റ്റബിലിറ്റി കൂടുതലാണ്, പെർമിയബിലിറ്റി കൂടുതലാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ
കൂടുതൽ നമ്പർ ഓഫ് ഫോഴ്സ് കൃത്യമായി പാരലൽ ആയിട്ടുള്ളതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് മെറ്റീരിയലിനകത്തോട് തുളഞ്ഞു കയറി പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ഫോർത്ത് പോയിന്റ്, വെൻ വി പ്ലേസ്ഡ് ഇറ്റ് ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലും കുറവും ഉള്ള ഒരു സ്ഥലത്ത് വെക്കുവാണെങ്കിൽ, ഇൻ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് this ferromagnetic material move from weak to strong field. This material weak field il ninna strong field ilekku move cheyum. Very very important. In a uniform and non-uniform, അതായത് ഇവിടെ ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്. Field lines are very concentrated. Here the field strength is very low. Then here we have a material that is a ferromagnetic material. Then this material try to move from this weak region to this strong region. So when it placed in a non-uniform magnetic field, this is a strong field, this is a weak field. Then the ferromagnetic material is trying to move from weak to strong field. Next, another property is the fifth point. On increasing the temperature, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്. ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം ആ മെറ്റീരിയൽ എടുത്തിട്ട് ചൂടാക്കുന്നു. ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ മാഗ്നറ്റൈസേഷൻ കുറയും. മാഗ്നറ്റൈസേഷൻ, അതായത് ഇങ്ങനെ കൃത്യമായിട്ട് അലൈൻ ചെയ്തിരിക്കുന്നത് വീണ്ടും തിരിച്ച് റാൻഡമായി പോകും. ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ magnetization decreases gradually and at a particular temperature this become paramagnetic material. രണ്ടാമത് നമ്മൾ പറഞ്ഞ ടൈപ്പ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയി മാറും. ആ ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂരി ടെമ്പറേച്ചർ. Okay, ferro to para, that is called Curie temperature. That means ferroelectric case ആണ് Curie temperature. Antiferro കേസിൽ Néel temperature നമ്മൾ TC എന്നുകൊണ്ട് represent ചെയ്യും. So the next point, when a ferromagnetic material suspended in a magnetic field, അതായത് ഇപ്പം ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്തിട്ട് ഒരു വള്ളി എല്ലാ നൂലെ കെട്ടിയിടുകയാണെങ്കിൽ it comes to the rest in the direction of the field. ഫീൽഡിന്റെ ഡയറക്ഷൻ അനുസൃതമായിട്ട് അത് റെസ്റ്റിലാവും. When a ferromagnetic material is suspended in a magnetic field, it comes to rest in the direction of the field. എന്നാന്ന് ചോദിച്ചാൽ രണ്ടോ മൂന്നോ മെറ്റീരിയൽ എന്ന് വെച്ചാൽ അത് ഏത് കാറ്റഗറിയാന്ന് എഴുതാൻ പറയും. ഇപ്പൊ നിക്കൽ അങ്ങനെ തന്നെ വെച്ചാൽ നിക്കൽ ഇപ്പം ഏത് കാറ്റഗറി വരും? ഓപ്ഷൻ എ ആയിട്ട് ചോദിക്കും. അപ്പൊ അതിന്റെ ഉത്തരം എന്നാണ്? ദാറ്റ് ഈസ് ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. then അടുത്ത ചോദ്യമാണ് 2 മാർക്കിന്റെ. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ? ഒന്നുകൂടെ ഓർക്കുക, റാൻഡംലി ഓറിയന്റഡ് ആയിട്ടിരിക്കുന്ന ഒരു മെറ്റീരിയല്, ദിസ് വൺ, ഡൈപോൾ എല്ലാം ഇഷ്ടമുള്ള വണ്ണം തോന്നിയ വണ്ണം അലൈൻ ചെയ്ത് കിടക്കുവാണ്. ബട്ട് വി അപ്ലൈ an external magnetic field from north to south. These all dipoles are aligned in such a way that is opposing to the applied field. ഓപ്പോസിറ്റ് ഫീൽഡിന് അല്ലെ നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡിന് അനുസൃതമായി എല്ലാ ഡൈപോളുകളും അലൈൻ ചെയ്യും.
പക്ഷെ എല്ലാ മെറ്റീരിയലും ഇങ്ങനെ പൂർണ്ണമായി അലൈൻ ചെയ്യണമെന്നില്ല. സോ ദാറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. അത് ഓരോ മെറ്റീരിയലിനെയും ആശ്രയിച്ചിരിക്കും. ബേസ്ഡ് ഓൺ ദാറ്റ് ദ മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3: ferromagnetic, paramagnetic, diamagnetic. In the case of ferromagnetic, all dipoles are arranged according to the applied field. Then അതിൻ്റെ എക്സാമ്പിൾ ആണ് അയൺ, കൊബാൾട്ട്, നിക്കൽ, സ്റ്റീൽ. Then 6 properties of the ferromagnetic material. First one, കൈ സസെപ്റ്റബിലിറ്റി വളരെ കൂടുതലാണ്, പോസിറ്റീവാണ്. സസെപ്റ്റബിലിറ്റി ഈസ് പോസിറ്റീവ് ആൻഡ് ഹൈ. എം ഈക്വൽ ടു കൈ എച്ച്. മാഗ്നറ്റൈസേഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എം കൂടി. എം കൂടണമെങ്കിൽ ഒരു കൃത്യമായ ഫീൽഡ് എച്ച് കൊടുത്തെങ്കിൽ കൈ കൂടുതലായിരിക്കണം. നേരെയാണ്, അല്ല ഡയറക്ഷൻ പ്രപ്പോസ്. കൈ കൂടുതലാണ്. ബി, മാഗ്നറ്റിക് ഫീൽഡ് കൂടി എന്ന് പറയണമെങ്കിൽ മ്യൂവും കൂട്ടണം. എം ഈക്വൽ ടു കൈ എച്ച്, ഈക്വൽ ടു മ്യൂ എച്ച്. Now, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മൾ നമ്മുടെ മെറ്റീരിയലിനെ ആ ഒരു ഫീൽഡിൽ നമ്മുടെ മാഗ്നറ്റിക് മെറ്റീരിയലിനെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസുകൾ മെറ്റീരിയലിനകത്തോടെ കയറി പോകുന്നവരുടെ എണ്ണം പുറത്തുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് ലാർജ് നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ പാസിങ് വിത്തിൻ ദ മെറ്റീരിയൽ. ഹൈ കോൺസെൻട്രേഷനിൽ മെറ്റീരിയലിനകത്തോടെ ഫോഴ്സ് ഓഫ് ലൈൻസ് പോകും. ഇനി ഒരു നോൺ യൂണിഫോം ഫീൽഡാണ്, അതായത് എല്ലായിടത്തും ഫീൽഡിൻ്റെ വാല്യൂ ഒരുപോലെയല്ല. ചില ഒരു സ്ഥലത്ത് കൂടുതലാണ്, ചില സ്ഥലത്ത് കുറവാണെങ്കിൽ കുറഞ്ഞെടുത്തുനിന്ന് കൂടിയെടുത്തോട്ട്, അതായത് അപ്ലൈ ചെയ്യുന്ന ഫീൽഡിൻ്റെ അപ്ലൈഡ് ഫീൽഡിൻ്റെ വാല്യൂ കുറഞ്ഞെടുത്തുനിന്ന് കൂടുതലായിടത്തോട്ട് നമ്മുടെ മെറ്റീരിയൽ മൂവ് ചെയ്യും. അടുത്ത പോയിന്റ് ആണ് ടെമ്പറേച്ചർ കൂട്ടുവാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽ എടുത്തേച്ച് ഇപ്പോൾ ഇരുമ്പാണ് ഇരുമ്പ്, ചെമ്പാണ് കോപ്പറാണ് കോപ്പർ, നിക്കലാണ് നിക്കൽ, സ്റ്റീലാണ് സ്റ്റീൽ, അതിനെ ചൂടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി പോവുകയും അത് പാരാമാഗ്നറ്റിക്കായി മാറുകയും ചെയ്യും. ആ ടെമ്പറേച്ചറിന് നമ്മൾ ക്യൂരി ടെമ്പറേച്ചർ എന്ന് വിളിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, ഇതിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു നൂലേലോ ഒരു വള്ളിയേലോ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹാങ് ചെയ്യുവാണെങ്കിൽ ഫീൽഡിൻ്റെ കൃത്യം ഡയറക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നടന്നിട്ട് അവസാനം അത് അപ്ലൈ ചെയ്ത ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ വന്ന് റെസ്റ്റിലാവും. ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫെറോ മാഗ്നറ്റിക്